ഹായ് എവരിവൺ, വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. ഡേ 23 ലെസണിൽ പഠിക്കാൻ പോകുന്നത് യൂസേജസ് ഓഫ് ലെറ്റ്. കൂടാതെ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം പഠിക്കാം. എപ്പോഴാണ് ലെറ്റ് ഉപയോഗിച്ച് സംസാരിക്കുന്നത്? ഒരു അനുവാദം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ. അതുകൂടാതെ ഒരു നിർദ്ദേശം കൊടുക്കുമ്പോഴും ലെറ്റ് ഉപയോഗിക്കാം. കൂടുതലും ലെറ്റ് ഉപയോഗിക്കുന്നത് ഒരു ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കുമ്പോഴാണ്. സെന്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്: ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്രോണൗൺ പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ് ആണ് അതിനുശേഷം വരേണ്ടത്. എന്താണ് ഈ ഒബ്ജക്റ്റ് പ്രോണൗൺ? അതറിയുന്നതിന് മുമ്പായി നൗൺ, പ്രോണൗൺ, സബ്ജക്റ്റ് പ്രോണൗൺ ഇവയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം ഒബ്ജക്റ്റ് പ്രോണൗൺ എന്താണെന്ന് വിശദീകരിക്കാം. എന്താണ് ഈ നൗൺ? നാമം എന്ന് മലയാളത്തിൽ പറയാം. അതായത് ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ ഒരു അവസ്ഥയുടെയോ ഇങ്ങനെ എല്ലാം പേരായിട്ട് വരുന്നതിനെയാണ് നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മീര ഒരു വ്യക്തിയുടെ പേരാണ്. ഡൽഹി ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഹോപ്പ് ഒരു ആശയമാണ്, അത് നമുക്ക് കാണാൻ കഴിയില്ല, അല്ലേ? ഇങ്ങനെ വരുന്ന പേരുകളെ നൗൺ എന്ന് പറയാം. അടുത്തത് പ്രോനൗൺ, സർവനാമം. ഈ സെൻറ്റൻസ് നോക്കൂ: മനു ഇസ് എ ഗുഡ് ബോയ്. മനു ഇസ് കമ്മിങ് ഫ്രം കേരള. ഇവിടെ ഒരു പേര് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, മനു, മനു എന്ന്. ഇങ്ങനെ ഒരു പേര് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ. അങ്ങനെ പ്രോനൗൺ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാവും വരിക? മനു ഇസ് എ ഗുഡ് ബോയ്, ഹി ഈസ് കമ്മിങ് ഫ്രം കേരള. ഇപ്പോൾ പ്രോനൗൺ ഈ സെൻറ്റൻസിൽ ഏതാണെന്ന് മനസ്സിലായല്ലോ, ഹി. പ്രോനൗൺ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. രണ്ട് തരത്തിൽ പ്രോനൗൺ വരുന്നുണ്ട്: സബ്ജക്റ്റ് പ്രോനൗൺ, ഒബ്ജക്റ്റ് പ്രോനൗൺ. ഈ സെൻറ്റൻസ് നോക്കൂ: ഐ കോൾഡ് സ്നേഹ. ഞാൻ സ്നേഹയെ വിളിച്ചു. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഏതാ? ഐ. കാരണം പ്രവൃത്തി ചെയ്യുന്ന ആൾ ആരാണോ അതാണ് സബ്ജക്റ്റ് പ്രോനൗൺ. സബ്ജക്റ്റ് പ്രോനൗണിന് ശേഷം വരുന്നത് വെർബാണ്, വിളിച്ചു, കോൾഡ്. അതിനുശേഷം ഇവിടെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് സ്നേഹ എന്ന് വന്നിരിക്കുന്നത്. എന്നാൽ ഇതുപോലെ മറ്റൊരു സെൻറ്റൻസ് നോക്കൂ: ഐ കോൾഡ് ഹർ. ഞാൻ അവളെ വിളിച്ചു. ഇവിടെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് സ്നേഹ എന്നല്ല, ഹേർ എന്നാണ്. ഇങ്ങനെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്ന നൗണിനെയാണ് ഒബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അവ സബ്ജക്റ്റ് പ്രോനൗൺ, പ്രവൃത്തി സ്വീകരിക്കപ്പെടുന്നത് ഏതാണോ അതാണ് ഒബ്ജക്റ്റ് പ്രോനൗൺ. ഒന്നുകൂടി ലളിതമായി പറയുകയാണെങ്കിൽ, സെൻറ്റൻസിൻ്റെ ആദ്യം വരുന്നത് സബ്ജക്റ്റ് പ്രോനൗൺ, സെൻറ്റൻസിൻ്റെ എൻഡിൽ വരുന്നതാണ് ഒബ്ജക്റ്റ് പ്രോനൗൺ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ സബ്ജക്റ്റ് പ്രോനൗൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായി ഒബ്ജക്റ്റ് പ്രോനൗണിനൊപ്പം ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് പ്രോനൗൺ ഏതൊക്കെയാണ്? ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ. ഒബ്ജക്റ്റ് പ്രോനൗൺ മീ, യു എന്നുള്ളത് യു എന്ന് തന്നെയാണ്. ഹിം, ഹർ, ഇറ്റ് തന്നെയാണ് ഒബ്ജക്റ്റ് പ്രോനൗൺ. അസ്, ദം. അതായത് സെൻറ്റൻസിൻ്റെ ആദ്യം ഐ വരുമ്പോൾ അത് സബ്ജക്റ്റ് ആവുന്നു, എന്നാൽ സെൻറ്റൻസിൻ്റെ അവസാനം മീ വരുമ്പോൾ അത് ഒബ്ജക്റ്റ് പ്രോനൗൺ ആകുന്നു. ഒബ്ജക്റ്റ് പ്രോനൗണിൻ്റെ മീനിങ് എന്താണെന്ന് സെൻറ്റൻസിലൂടെ പഠിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിനു മുമ്പായി ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലെസൺ. സെൻറ്റൻസ് സ്ട്രക്ചർ ഒന്നുകൂടി കാണാം: ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്രോനൗൺ പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ്. ഈ ഫോർമാറ്റ് നോ എന്നുള്ള വേർബിനൊപ്പം വരുമ്പോൾ എങ്ങനെയാണ് അർത്ഥം വരുന്നത് എന്ന് നോക്കാം. നോ എന്നതിൻ്റെ അർത്ഥം അറിയിക്കുക എന്നാണ്. അതായത് ഒരു കാര്യം അറിയുകയാണെങ്കിൽ അറിയിക്കൂ എന്ന് പറയുമ്പോൾ ഈ സെൻറ്റൻസ് സ്ട്രക്ചർ ഉപയോഗിച്ച് എങ്ങനെയാണ് പറയുന്നത് എന്ന് നോക്കാം. ലെറ്റ് മീ നോ, എന്നെ അറിയിക്കൂ. ലെറ്റ് us നോ, ഞങ്ങളെ അറിയിക്കൂ. ലെറ്റ് ഹിം നോ, അവനെ അറിയിക്കൂ. ലെറ്റ് ഹർ നോ, അവളെ അറിയിക്കൂ. നെക്സ്റ്റ്, ലെറ്റ് എന്നുള്ളത് അനുവദിക്കൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ലെറ്റ് ഉപയോഗിച്ച് പറയുന്നത് എന്ന് പഠിക്കാം. ലെറ്റ് ഹിം സ്പീക്ക്, അവനെ സംസാരിക്കാൻ അനുവദിക്കൂ. അതായത് കുറേ പേർ സംസാരിക്കുകയാണ്, അതിലൊരു വ്യക്തിയെ സംസാരിക്കാൻ അനുവദിക്കൂ. അവൻ സംസാരിക്കട്ടെ എന്നർത്ഥമാണ് ലെറ്റ് ഹിം സ്പീക്ക് എന്നിവിടെ വന്നിരിക്കുന്നത്. ലെറ്റ് ഹർ സ്റ്റഡി, അവൾ പഠിക്കട്ടെ, അതായത് അവളെ പഠിക്കാൻ അനുവദിക്കൂ. ലെറ്റ് ദം പ്ലേ ഫോർ സം ടൈം, അവർ കുറച്ചു നേരം കളിക്കട്ടെ അല്ലെങ്കിൽ കളിക്കാൻ അനുവദിക്കൂ
എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. എന്നാൽ നെഗറ്റീവായി പറയുകയാണെങ്കിൽ ഡോണ്ട് ലെറ്റ് ഹർ ടേക്ക് റെസ്റ്റ്, അവളെ വിശ്രമിക്കാൻ അനുവദിക്കരുത്. ഇങ്ങനെ പറയുമ്പോൾ ഡോണ്ട് എന്നുള്ളത് ആദ്യം വരണം, അതിനുശേഷമാണ് ലെറ്റ് ഉപയോഗിക്കേണ്ടത്. ലെറ്റ് മീ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കട്ടെ. ലെറ്റ് മീ കോൾ യു ബാക്ക്, ഞാൻ നിന്നെ തിരിച്ചു വിളിക്കട്ടെ. ലെറ്റ് മീ ട്രൈ വൺസ് മോർ, ഞാൻ ഒരിക്കൽ കൂടി ശ്രമിക്കട്ടെ. ലെറ്റ് മീ എക്സ്പ്ലെയിൻ, ഞാൻ വിശദീകരിക്കട്ടെ. ലെറ്റ് മീ സീ, ഞാൻ നോക്കട്ടെ. ഇതുപോലെ ലെറ്റ് ഉപയോഗിച്ച് കുറേ സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കുക, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇത് കൂടാതെ മറ്റൊരാൾക്കൊരു പെർമിഷൻ കൊടുക്കുമ്പോൾ ലെറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് പറയുന്നത് എന്ന് നോക്കാം. സെൻറ്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് മെയിൻ വേർബ് ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്രോണൗൺ. ലെറ്റ് എന്നതിൻ്റെ വേർബ് ഫോംസ് V1, V2, V3 ഇവ മൂന്നും ലെറ്റ് എന്ന് തന്നെയാണ് വരുന്നത്. ഐ ലെറ്റ് ഹിം യൂസ് മൈ കാർ യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ അവനെ എൻ്റെ കാർ ഉപയോഗിക്കാൻ അനുവദിച്ചു. ഈ സെൻറ്റൻസിൽ ലെറ്റ് ശ്രദ്ധിക്കൂ, പാസ്റ്റ് ടെൻസിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ V2 ഫോമിലാണെങ്കിലും ഇവിടെ മാറ്റം വരുന്നില്ല, ലെറ്റ് എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഷീ ലെറ്റ് മീ യൂസ് ഹെർ ഡെബിറ്റ് കാർഡ്, അവളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ എന്നെ അവൾ അനുവദിച്ചു. ഐ വിൽ ലെറ്റ് ഹെർ പ്ലേ ടുമോറോ, ഞാൻ അവളെ നാളെ കളിക്കാൻ വിടാം. അടുത്തത് ലെറ്റ്സ് ഉപയോഗിച്ച് എവിടെയാണ് സംസാരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. ലെറ്റ്സ് എന്നത് ലെറ്റ് അസ് എന്നതിൻ്റെ കൺട്രാക്ഷനാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം എന്ന അർത്ഥമാണ് സെൻറ്റൻസിൽ വരുന്നത്. ഒരു സജഷൻ പറയുമ്പോൾ ലെറ്റ്സ് ഉപയോഗിച്ച് സംസാരിക്കാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് പ്ലേ നൗ, നമുക്കിപ്പോൾ കളിക്കാം. ഇതൊരു സജഷനായി ചോദിക്കുകയാണ്. ലെറ്റ്സ് ഗോ ടു ദ മൂവി ടുനൈറ്റ്, നമുക്ക് ഇന്ന് രാത്രി സിനിമയ്ക്ക് പോകാം. ഇത് കൂടാതെ ഒരു ഡിസിഷൻ പറയുമ്പോഴും ലെറ്റ്സ് ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്, നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ലെറ്റ്സ് ഉപയോഗിച്ചൊരു നിർദ്ദേശം കൊടുക്കുമ്പോൾ എങ്ങനെ പറയാം? ഒരു എക്സാമ്പിൾ കാണാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്, നമുക്ക് തുടങ്ങാം. ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദി ലെസൺ. അപ്പോൾ ഈ ഒരു 23 ലെസൺ യൂസ്ഫുള്ളായി വിശ്വസിക്കുന്നു. ഇതുപോലെ ലെറ്റ്സ് ഉപയോഗിച്ച് കുറേ സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കുക, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഇതുപോലെ പഠിക്കണം എന്ന ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.